ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് നെയ്ച്ചോറും ഇസ്റ്റും അതേപോലെ സാലഡ്, പിന്നെ കടുമാങ്ങ, പപ്പടം, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചയപ്പോ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെ എല്ലാരും വീട്ടിലുള്ള ഏട്ടന്മാരും അതേപോലെ പെങ്ങളും ഒക്കെ മക്കളും അങ്ങനെ എല്ലാരും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉച്ചക്കാണ് കേട്ടോ, രാത്രിയാണ് പരിപാടി ഉള്ളത്. ഇപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അധിക സമയം ബിരിയാണി എന്നാണ് ഉണ്ടാക്കല്. അപ്പൊ എപ്പോഴും ബിരിയാണി ആകുമ്പോൾ ആകെ ഒരു ചടുപ്പാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താണ് ഈ പ്രാവശ്യം നെയ്ച്ചോറ് ഇസ്റ്റു ആക്കാന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 ദിവസം മുമ്പേ ബിരിയാണി ഒക്കെ വെച്ചതായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞ് ഇന്നിപ്പോ ബിരിയാണി ഒന്നും വേണ്ട, അങ്ങനെ നെയ്ച്ചോറ് ഇസ്റ്റു ആക്കിയതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചോറൊക്കെ തിന്ന് വൈകുന്നേരമായി, ചായക്കുള്ള കടിയാണ് കേട്ടോ അത്. അങ്ങനെ മക്കളെല്ലാരും ഞങ്ങളൊക്കെ കൂടി ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു വൈകുന്നേരം ഒരു 6:30-7 മണി ആ ഒരു സമയം ആയപ്പോഴാണ് കേട്ടോ നമ്മള് വീട് ഡെക്കറേഷൻ ഒക്കെ തുടങ്ങിയത്. അപ്പൊ മക്കളൊക്കെ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവര് ഷോപ്പ് പൂട്ടിയിട്ട് വീട്ടിലെത്താൻ ഒരു 9:30-10 മണി ആ ഒരു സമയം കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ മക്കളൊക്കെ ഇതാക്കുന്ന ഓരോരോ ബലൂണൊക്കെ എടുത്ത് ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പെങ്ങളെ മോനുണ്ട് കേട്ടോ, കാര്യമായിട്ട് അവനാണ് എല്ലാം ചെയ്യുന്നത്. അതേപോലെ പിന്നെ ഹസ്ബൻഡിന്റെ ഏട്ടന് അവരൊക്കെയാണ് കേട്ടോ പിന്നെ കാര്യമായിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് രാത്രിയേക്കുള്ള ചിക്കൻ പൊരിക്കലും അതേപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കലും ഒക്കെ പിന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയില്. കാരണം ഉച്ചക്കുള്ളത് പിന്നെ ഞാൻ രാത്രിയൊക്കെ അപ്പം വേറെ വെക്കാന്ന് വിചാരിച്ചു. ഉച്ചക്ക് ഒന്നായിട്ട് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പരിയൊക്കെ ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ ആയപ്പോ ഉയ്യാപ്പിള എത്തിയിട്ടോ. അങ്ങനെ ഉയ്യാപ്പിള മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ മോന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിച്ചു കൊടുക്കാണ്. അപ്പൊ കുപ്പായം കൊണ്ടുവന്നത് ഫുൾ കൈ ഉള്ള കുപ്പായാണ് കേട്ടോ. മോനാണെങ്കിൽ ഫുൾ കൈ ഉള്ള കുപ്പായം തീരെ ഭയങ്കര മടിയാണ് കേട്ടോ ഇടാന്. അത് കൈ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കളിക്കും കേട്ടോ. ഞാൻ പറഞ്ഞതാണ് ഫുൾ കൈ ഉള്ളത് വാങ്ങരുത് കേട്ടോ. അപ്പൊ അത് മറന്നുപോയി തോന്നുന്നു. എന്തായാലും ഫുൾ കൈ ഉള്ള കുപ്പായായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. ഇട്ടതൊമ്പാടെ അവനക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ ഏട്ടന്റെ മോളൊക്കെ വന്നപ്പോ പിന്നെ കുറച്ചൊന്ന് സമാധാനമായിട്ടോ. അപ്പൊ ഇതാക്കുന്ന ബലൂണൊക്കെ വീർപ്പിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പൊ അതാ നമ്മളെ ചിക്കൻ പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇസ്റ്റ് പിന്നെ ഉച്ചക്കനെ വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചോറും ചിക്കൻ പൊരിച്ചതും മാത്രമാണ് ഇപ്പൊ റെഡിയാക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കുന്നതിന് ആസിമോൻ ഇവിടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പിന്നെ പെങ്ങളെ മോനും ഏട്ടനും ഇവിടെ ബാക്കിയുള്ള ഡെക്കറേഷൻ ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ മക്കളിങ്ങനെ ഓരോരോ ബലൂണൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പിന്നെ മക്കളല്ലേ, അവർക്ക് അതൊരു രസം തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിന്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ അപ്പൊ കാണിച്ചത്. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ ബൈ.